ഈ അവർ ഇപ്പം മാത്സിന്റെ ക്ലാസ് ആണ്. അപ്പം നമ്മളെന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടായത്? നമ്മുടെ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താ ഒരു കേവിന്റെ അകത്തേക്ക് കൂടിയുള്ള ഇന്റഗ്രേഷനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/z ആകുമ്പോൾ അതൊരു യൂണിറ്റ് സർക്കിളിൻ്റെ അകത്തേക്ക് കൂടി എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2π കിട്ടുന്നുണ്ടോ എന്ന് നമ്മളോട് ഷോ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പകുതി കിട്ടിയിട്ടുണ്ടായത്. നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഏകദേശം ഐഡിയ വരുന്നുണ്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം? കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. ബാക്കി ആരും ചെയ്തിട്ടില്ല? ആദിത്യ മാത്രമാണോ ചെയ്ത് നോക്കിയത്? ഷബീബിയും ചെയ്തിട്ടുണ്ടല്ലേ? സഹല, ഓക്കെ. സ്നേഹ, എപ്പോഴും ആക്റ്റീവായ കുട്ടികൾ ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെ തന്നെയാണ്. അപ്പം ബാക്കി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. കിട്ടാത്തവരെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക മര്യാദയ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇവിടെയും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിലെ ഈ ഒരു ഇക്വേഷൻ, ഇതാ ഇവിടെയുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലമാണ്, ആ ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ കാര്യം നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡ്യൂളിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കാം, നോക്കിയാട്ടെ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് വെർ സി ഈസ് ഗിവൺ ബൈ x is equal to 3t, y is equal to t square minus 1 less than or equal to t less than or equal to 4. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റും പിന്നെയോ സി എന്ന് പറയുന്നത് നമുക്കൊരു എക്സ് പ്ലസ് ഐ വൈ ആയിട്ടുള്ള എന്താ ഒരു കേവും. അതിൽ എക്സ് എന്ന് പറയുന്നത് 3t ആയിരിക്കും, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. അവിടെയുള്ള ആ ടി വാരി ചെയ്യുന്നത് -1 to 4 വരെയാണെന്നുള്ള കാര്യവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റ് എന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിക്കണം, സെഡ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പം സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേവാണ് നമ്മുടെ സെഡ് ഓഫ് ടി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ആ ഒരു കേവായിട്ടുള്ള യൂണിറ്റ് സർക്കിൾ. ഇതവിടെ നമ്മൾ സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തത് യൂണിറ്റ് സർക്കിൾ ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് തന്ന സെഡ് ഓഫ് ടിക്കുള്ള പ്രത്യേകത എന്താണ്? അതൊരു ലൈനാണ്. ലൈൻ വിത്ത് എക്സ് എന്ന് പറയുന്നത് 3t, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ, പിന്നെയോ ആ ഒരു ലൈനിലെ ടി എന്ന് പറയുന്നത് -1 തൊട്ട് 4 വരെ വാരി ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇവിടെ സെഡ് ഓഫ് ടി ആയിട്ട് ഞാൻ എന്തെടുക്കണം? സെഡ് ഓഫ് ടി ഈക്വൽ ടു 3t പ്ലസ് ടി സ്ക്വയർ ഐ ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്? എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 3t ആണ്, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. അപ്പം നമ്മുടെ സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 3t പ്ലസ് ടി സ്ക്വയർ ഐ, പിന്നെയോ അവിടുത്തെ ടി വാരി ചെയ്യുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പം ഇത്രയും കാര്യം എന്തായിരിക്കണം? നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഏതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ്, പിന്നെയോ നമുക്ക് തന്ന കേവ് സെഡ് ഓഫ് ടി ഏതാന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലായാൽ മാത്രമേ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റ് ആണ്. സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 3t പ്ലസ് ടി സ്ക്വയർ ഐ ആണ്. അവിടുത്തെ ടി വാരി ചെയ്യുന്നത് -1 തൊട്ട് 4 വരെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ എഫ് ഓഫ് സെഡിനെ ഡയറക്റ്റ് ആയിട്ട് സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതി. പിന്നെയോ നമുക്ക് സെഡ് എന്താണെന്നറിയാം? എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണെന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മുടെ കാർട്ടീഷ്യൻ ഫോമിൻ്റെ അകത്താണ് എഫ് ഓഫ് സെഡ് ചൂസ് ചെയ്യുന്നത്. ഇനി എന്താ? എക്സ് എന്ന് പറയുന്നത് 3t ആണ് തന്നിട്ടുണ്ട്, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്,
അവിടുത്തെ ടി വാരി ചെയ്യുന്നത് -1 തൊട്ട് 4 വരെയാണെന്നുള്ള കാര്യവും തന്നിട്ടുണ്ട്. അപ്പം സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ് 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണ്. അതിവിടെ ഞാൻ എഴുതിയിട്ടില്ല, അതാ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ ജസ്റ്റ് സെഡ് എന്ന് പറഞ്ഞിട്ട് എക്സ് പ്ലസ് ഐ വൈ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണ് നമ്മുടെ സെഡ് ഓഫ് ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെഡ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? സെഡ് എന്ന് പറയുന്നത് 3t പ്ലസ് ഐ ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്: ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഏതോ ഒരു വേരിയബിൾ ടി വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്: ഡി സെഡ് ഇസ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ എൻ്റെ ആ ഒരു എക്സ് എന്ന് പറഞ്ഞത് 3t ആയതുകൊണ്ട് ഡി എക്സ് എന്തായിരിക്കും? 3 ഇൻറ്റു ഡി ടി ആയിരിക്കും. കാരണം ടി വെച്ചിട്ട് നമ്മൾ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഡി ടി എന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം. കാരണം വേരിയബിൾ ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതായത് ടീൻ്റെ ഉള്ളിൽ വേറെ ഏതോ ഒരു വേരിയബിൾ ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. മാറിപ്പോവാൻ പാടില്ല. ബാക്കിയുള്ള കേസിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഇവിടെ ഏതാണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും ചെയ്യുന്നുള്ളത്. പക്ഷെങ്കിൽ ഈ ഒരു കേസ് നോക്കിയാട്ടെ, ഈ ലെഫ്റ്റ് ഭാഗം ഡി സെഡ്, റൈറ്റ് ഭാഗം എക്സിന്റെ ടേമായ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ. ഈ ഒരു ഫോമിൽ എന്താണ് 3 ടൈപ്പ് വേരിയബിൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ടീൻ്റെ ഫോമിലേക്ക് ആക്കുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഡി എക്സ് എന്ന് പറഞ്ഞത് 3 ഇൻറ്റു ടി. ആ ടീനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഡി ടി ആക്കി മാറ്റി. അതുപോലെ തന്നെ ടി സ്ക്വയറിന് എന്ത് എഴുതി? ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2t. അതായത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞതാണ് നമുക്ക് 3 വരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡി എക്സിനെ കാണാൻ വേണ്ടിയിട്ട് 3 ഇൻറ്റു ഡി ടി ചെയ്യും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇതാണ് നമ്മുടെ സെഡ് എന്ന് വിചാരിച്ചോ നിങ്ങൾ. ആ സെഡിൻ്റെ അകത്ത് എക്സിന്റെ ടേം 3tയും വൈൻ്റെ ടേം ടി സ്ക്വയറും ആണ് ഈ ഒരു കേസിലുള്ളത്. അപ്പം നമ്മൾ ആദ്യം സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഡി ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താ സംഭവിച്ചത്? ഡി സെഡ് എന്ന് പറയുന്നത് ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ എന്താ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ എക്സ് എന്ന് പറഞ്ഞതാ എക്സ് ഇസ് ഈക്വൽ ടു 3t ആണ്. അപ്പം ഈ ഒരു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഭാഗം ശ്രദ്ധിക്കണേ, പറയുന്ന കാര്യം കാണാൻ പറ്റുന്നില്ലേ? ഏതാ ലെഫ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആ ഉള്ളത്. റൈറ്റ് ഭാഗം എന്ന് പറയുന്നത് ടി ആ ഉള്ളത്. അതായത് ടീൻ്റെ ഒരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പം രണ്ടിനെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താ എഴുതുക? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഈ ഭാഗത്ത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്തായിട്ട് മാറും? വെറും 3 ആയിട്ട് മാറും. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി എക്സ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ഡി ടി എന്നാക്കി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ y ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. ഇതിനെ നമ്മൾ രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 2t എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡി വൈ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടും? 2t ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഇവിടെയുള്ള സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 3t പ്ലസ് ടി സ്ക്വയർ ഐ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. അവിടെയുള്ള എക്സിന്റെ ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, ഡി വൈയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി എക്സ് എന്ന് പറയുന്നത് 3 ഡി ടി ആണ്. പിന്നെയോ ഡി വൈ എന്ന് പറയുന്നത് 2t ഡി ടി ആണ്. അതിൻ്റെ കൂടെ ഒരു ഐ കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ടി എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് കാണാൻ പറ്റും. ആ ഡി ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡേക്ക് ഇടുക. ബാക്കിയുള്ള ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമായിട്ട് നമുക്ക് ബാക്കിയുള്ള ടേമിനെ കമ്പൈൻ ചെയ്തുമ്പോൾ കിട്ടും. ഇവിടെ ഒരു 3 ബാക്കിയുണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 2it ബാക്കിയുണ്ട്. അതിനെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് മാറ്റി എഴുതി കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ഡി സെഡ് അല്ലെങ്കിൽ സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു ടേമാണ് ഈ ഒരു ഡി ടി ഇൻറ്റു 3 പ്ലസ് ഐ 2t എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡ് എന്താണെന്ന് കിട്ടി. എഫ് ഓഫ് സെഡ് ഡാഷ് ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടി. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 3t പ്ലസ് ടി സ്ക്വയർ ഐ ആണ്. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 3t മൈനസ് ഐ ടി സ്ക്വയർ. അപ്പം നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടിയും കിട്ടി, സെഡ് ഡാഷ് ഓഫ് ടി
ഡി ടിയും കിട്ടി. ഇനി എന്തേ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എഫ് ഓഫ് സെഡും സെഡ് ഡാഷ് ഓഫ് ടിയും എഫ് ഓഫ് സെഡ് ഓഫ് ടിയും കണ്ടുപിടിക്കുന്നത് കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയിനല്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്തേ ചെയ്യേണ്ടത്? നമ്മൾ ഈ ടേംസുകൾ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 3t മൈനസ് ഐ ടി സ്ക്വയർ ആണെന്നുള്ള കാര്യം. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെന്താ സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ടി ഇൻറ്റു 3 പ്ലസ് ഐ 2t എന്നുള്ള കാര്യമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അതെന്ത് ചെയ്തു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെയോ നമ്മുടെ അവിടെയുള്ള ഇപ്പം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടി എവിടെ നിന്ന് എവിടത്തേക്കാണ് വേരി ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ഇന്റഗ്രൽ ഓവർ -1 to 4 3t മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് 2t ഐ ഡി ടി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ടേമിനെ നമുക്കിനി എക്സ്പാൻഡ് ചെയ്യണം. കാരണം ഇത് എന്ന് പറയുന്ന ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഈ രണ്ട് ടേംസ് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് പോലെയുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ -1 to 4 90 എങ്ങനെയാ വന്നത്? ഇതാ ഇവിടെയുള്ള 3t ഇൻറ്റു 3, അടുത്തത് 3t ഇൻറ്റു 2ti, പിന്നെയോ മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 3, പിന്നെയോ മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 2ti. ഇങ്ങനെ 4 ടേമാണ് നമുക്ക് കിട്ടിയ. അപ്പം ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 9t ആയിട്ട് കിട്ടും. രണ്ടാമത്തെ ടേം 6t സ്ക്വയർ ഐ കിട്ടും. മൂന്നാമത്തത് -3t സ്ക്വയർ ഐ കിട്ടും. നാലാമത്തത് എന്ന് പറയുന്നത് 2t ക്യൂബ് എന്ന് കിട്ടും ഇൻറ്റു ഡി ടി എന്ന് വരും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എല്ലാത്തിനെയും റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടി സ്ക്വയറിന്റെ രണ്ട് ടേം കാണാൻ പറ്റും, ടി സ്ക്വയർ ഐന്റെ. അപ്പൊ അതിനെ രണ്ടിനും ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് 3t സ്ക്വയർ ഐ ആയിട്ട് മാറി. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോർമുല ഉള്ളത്. ഇനി എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക എങ്ങനെയാ? നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 9t എങ്ങനെയാ ഇന്റഗ്രേറ്റ് ചെയ്യാം? 9 കോൺസ്റ്റന്റ് ആണ്, അവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ടി മാത്രമാണ്. അപ്പൊ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം ടി സ്ക്വയർ ബൈ 2 വരും. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -1 to 4 ആണ്. പ്ലസ് പിന്നെയോ ഐയും 3യും കോൺസ്റ്റന്റ് ആണ്, അതിനെ ഞാൻ എന്ത് ചെയ്തു? ഔട്ട്സൈഡേക്ക് മാറ്റി വെച്ചു. പിന്നെ ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ക്യൂബ് ബൈ 3 വരും. അതിന്റെയും ലിമിറ്റ് എന്താണ്? -1 to 4 ആണ്. പ്ലസ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. ടി ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 വരും. ഇന്റഗ്രൽ ഓവർ -1 to 4 തന്നെയാണ് അവിടെ എന്ത് വരുന്നത്? ലിമിറ്റ് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ 9 ഉണ്ട് 2 ഉണ്ട്. അപ്പൊ 9/2 ന് ഔട്ട് സൈഡേക്ക് ഇട്ടു. പിന്നെയോ 4 എന്ന് പറഞ്ഞത് ടി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 4 സ്ക്വയർ വരും. -1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ വരും. പ്ലസ് ഐ ഇൻറ്റു ഇവിടെ അടിയിലും 3 ഉണ്ട് മുകളിലും 3 ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ വെറും ഐ മാത്രം ഔട്ട് സൈഡ് വരും. ബാക്കി എന്ത് ചെയ്യാം? 4 ക്യൂബ് മൈനസ് -1 ഹോൾ ക്യൂബ്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ആ ഉള്ളത്. അതിനെ ജസ്റ്റ് എന്താ പറയുക ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 ആയിട്ട് ഔട്ട് സൈഡേക്ക് വരും. ബാക്കി ടേമിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം ഇനി എന്ത് ചെയ്യാം? ഈ ഒരു സ്ക്വയേഴ്സിന്റെ എല്ലാം ഒറിജിനൽ വാല്യൂ എത്രയാന്ന് നോക്കുക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അപ്പം 9/2 എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ഉണ്ട്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണെന്ന് അറിയാം. മൈനസ് പിന്നെ എന്തുണ്ട്? ഒരു -1ന്റെ സ്ക്വയർ, അതെന്താണ്? 1 ആണെന്നറിയാം. പിന്നെയോ പ്ലസ് ഐ ഇൻറ്റു 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. പ്ലസ് എന്ത് വരും? പ്ലസ് എങ്ങനെയാ വന്നത്? -1 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് -1 തന്നെയാണ്. അപ്പം ഇവിടെയുള്ള മൈനസും ആ മൈനസും ചേർന്നിട്ട് പ്ലസ് ആയിട്ട് മാറി. പിന്നെയോ 1/2 ഇൻറ്റു 4/4 എന്ന് പറയുന്നത് 256 ആണ്. മൈനസ് പിന്നെയോ -1 4/4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇത് മൈനസ് ആയിട്ട് തന്നെ കിടക്കും. ബാക്കി 1ന്റെ വാല്യൂ ഒന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? 9/2 ഇൻറ്റു 16 - 1 15 പ്ലസ് എന്താണ് 64 പ്ലസ് 1 എന്ന് പറയുന്നത് 65i പ്ലസ്
256 മൈനസ് 1 എന്ന് പറയുന്നത് 255 ഒരു 2 കൂടി ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് എന്താ റിയൽ പാർട്ടിനെ ഒരുമിച്ച് എഴുതുക, അതിനുശേഷം ഇമാജിനറി പാർട്ടിനെ മാറ്റി എഴുതുക. റിയൽ പാർട്ടിനെ ഒരുമിച്ച് എഴുതുമ്പോൾ 135 പ്ലസ് 255 ഡിവൈഡ് ബൈ 2 പ്ലസ് 65 ആയി വരും. അതായത് 390 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 65 ആയി വരും. ദിസ് ഇസ് ഈക്വൽ ടു 195 പ്ലസ് 65 ആയി വരും. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ നമുക്ക് തന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു കേർവിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുക ഈ ഒരു വാല്യൂ ആയിട്ടാണ്. ക്ലിയർ ആയിനോ ഈ പ്രോബ്ലം ചെയ്തത്? നമുക്ക് എന്ത് മാത്രമേ നോക്കണ്ടൂ, നമ്മുടെ എഫ് ഓഫ് സെഡ് എന്താന്ന് നോക്കുക, അവിടെയുള്ള സെഡ് ഓഫ് ടി എന്താന്ന് നോക്കുക, അതിനുശേഷം എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിക്കുക, സെഡ് ഡാഷ് ഓഫ് ടിയും കണ്ടുപിടിക്കുക. ജസ്റ്റ് നമ്മുടെ ആ സെക്കൻഡ് ഇവാലുവേഷൻ പ്രകാരമുള്ള റിസൾട്ടിന്റെ അകത്ത് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്ത് എഴുതുക, നമുക്ക് വാല്യൂ കിട്ടും. ക്ലിയർ ആയിനോ എല്ലാവർക്കും ഈ പറഞ്ഞത്? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞട്ടെ എല്ലാവരും. ഓക്കെ, അപ്പം സെയിം വേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ചും കൂടി കുറച്ചും കൂടി ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പേപ്പർ, അതായത് കോംപ്ലക്സ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പർ ആദ്യം ലീനിയർ ആൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. നിങ്ങളെ സീനിയേഴ്സിന് അങ്ങനെയായിരുന്നു പഠിക്കാനുണ്ടായത്. അപ്പൊ അവിടെ ഈ കോംപ്ലക്സിന്റെ പേപ്പറിന് യാതൊരു മാറ്റമില്ല, ലീനിയർ ആൾജിബ്ര മാറിയിട്ട് ഇവിടെ എന്തായി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി എന്നുള്ള മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പം ആ ഒരു പി ഡിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെ കുറിച്ച് നമുക്കിപ്പം ഒരു കൺഫ്യൂഷൻ ഇല്ലോ. കോംപ്ലക്സിന്റെ അകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ നിങ്ങളെ പബ്ലിക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുക, മനസ്സിലാക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പൊ നോക്കിയാട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ ലിമിറ്റ് എടുക്കുന്നതും പോയിന്റിന്റെ ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടാകും. എല്ലാവരും ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാം. Evaluate integral over C, imaginary part of Z square dz, where C is the triangle with the vertices 0, 1 and I in clockwise direction. Sorry, in anti-clockwise direction ആണ് കേട്ടോ. ക്ലോക്ക്വൈസ് അല്ല, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. Evaluate integral over C, imaginary of Z square dz, where C is in the triangle with the vertices 0, 1, I in anti-clockwise direction ആണ്, clockwise അല്ല, anti-clockwise direction. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അവിടുത്തെ സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് വിത്ത് അതിന്റെ വേർട്ടിസസ് എന്ന് പറയുന്നത് 1ഉം 0യും ഐയും കൂടി ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇവിടുത്തെ എഫ് ഓ സെഡിന്റെ ഇതിപ്പോ നമുക്ക് എഫ് ഓ സെഡിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ തന്നിട്ടുള്ളത് സെഡ് സ്ക്വയറിന്റെ ടേമിൽ. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കാർട്ടീഷ്യൻ ഫോമിന്റെ അകത്തേക്ക് മാറ്റിയിട്ട് എഴുതി നോക്കാം. അപ്പം എഫ് ഓ സെഡ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പം ഇമാജിനറി പാർട്ട് ഓഫ് സെഡിന്റെ വാല്യൂ നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണെന്ന്. അപ്പൊ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയോ അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ ടേം അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇമാജിനറി പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാട്ടെ. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഐ എന്ന് കിട്ടും. 2xy ഐ എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. ഇതിന്റെ ഇമാജിനറി പാർട്ടാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇമാജിനറി പാർട്ട് ഏതാ, ഐന്റെ കൂടെ വരുന്ന ടേം ഏതാണോ അതാണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്. ദിസ് ഇസ് ഈക്വൽ ടു 2xy. അതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്ന എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ ആണ്. അതൊരു സെഡിന്റെ ടേമിലാണ് ഉള്ളത്. അതിൽ നമ്മൾ എന്ത് മാറ്റി എഴുതി, നമ്മുടെ കാർട്ടീഷ്യൻ ഫോമിന്റെ അകത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ എഫ് ഓഫ് സെഡിന്റെ ആ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2xy ആണ് കണ്ടുപിടിച്ചത്.
ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഇനി നമുക്ക് ആ ഒരു എന്താണ് നമ്മുടെ ആ കേവ് എന്താണെന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കേവ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്, അതിന്റെ വേർട്ടിസസ് വരിക 0യും 1ഉം iയും ആണെന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, എന്താണ് നമ്മളൊരു റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും വരച്ചതിന് ശേഷം നമുക്ക് തന്ന ആ ഒരു വേർട്ടിസസിന്റെ പോയിന്റുകൾ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഫോം കിട്ടും. നോക്കിയാട്ടെ, 0 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിൻ തന്നെ 0 0. പിന്നെന്താ പറഞ്ഞത്? 1 1 പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പ്ലെയിനിന്റെ അകത്ത് 1 എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ ആയിട്ട് ഉണ്ടാവുക, അതായത് എക്സിന്റെ ടേം ആണ് 1. കാരണം 1 എന്ന് പറയുന്നത് റിയൽ ആണ്. അപ്പൊ 1,0 എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ ഇവിടെ ഐ ആണ് അടുത്ത പോയിന്റ് തന്നിട്ടുള്ളത്. അപ്പം 0,1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. 0,i എന്നോ അല്ലെ 0,1 എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 0,1 റെപ്രസെന്റ് ചെയ്യേണ്ടത് 0,1 ആണ് നമ്മുടെ, അതെന്താണ് ഐക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു എന്താണ് ട്രയാങ്കിൾ ആണ് നമുക്ക് ആ ഒരു വേർട്ടിസസ് എല്ലാം യോജിപ്പിക്കുമ്പോൾ കിട്ടുക വിത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതെന്താ ഡയറക്ഷൻ താഴോട്ടേക്കാണുള്ളത്. ഇതിങ്ങനെ എന്താ പറയാ, ക്ലോക്ക് വൈസിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത്. അതാണ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, നമ്മുടെ ഏരോ നോക്കിയിട്ടാണ് ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ വേണ്ടത്. ഞാൻ ഇൻ ക്ലോക്ക് വൈസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ടിലേക്ക് മാറ്റി എഴുതുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ എഴുതുക. അപ്പം ഇതാണ് നമ്മുടെ എന്ത് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിന്റെ അകത്തെ കൂടി നമ്മുടെ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്തിടണം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പീസ് വൈസ് ആയിട്ടുള്ള എന്ത് കിട്ടും, സ്ട്രേറ്റ് ലൈൻസ് കിട്ടും. ഒന്ന് OA, പിന്നെ ഒന്ന് AB, പിന്നെ ഒന്ന് BO. അപ്പൊ ഈ 3 എന്താണ് സ്ട്രേറ്റ് ലൈൻസിലേക്ക് കൂടി നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഇന്റഗ്രന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സം ചെയ്തിട്ട് എഴുതണം. അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ലീനിയാരിറ്റി, പിന്നെ സെൻസ് റിവേഴ്സൽ, പിന്നെയോ പാർട്ടീഷന്റെ ആ ഒരു കേസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സി എന്ന് പറയുന്ന കേവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് C1 C2 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ C1ലും C2ലും സെപ്പറേറ്റ് ഇന്റഗ്രന്റ് കണ്ടതിന് ശേഷം അതൊന്ന് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ആ കേവിന്റെ ഇന്റഗ്രന്റിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം. ആ ഒരു റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് OA കൂടിയുള്ള കാണുക, AB കൂടിയുള്ള കാണുക, BOA കൂടിയുള്ള കാണുക. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു ഡയറക്ഷൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ OA എന്ന് പറയുന്നത് ആണ് ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിന് പകരം നിങ്ങൾ AO എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാല്യൂ ചേഞ്ച് സംഭവിക്കാം. കാരണം AO എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മാറിപ്പോകും. ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മുടെ ഏതാണോ ഡയറക്ഷൻ ആ ഡയറക്ഷൻ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അല്ലാത്ത പക്ഷം എന്താവും, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തു പോകും. ഇവിടെ AO ആദ്യം ചെയ്യാം, അതിനുശേഷം AB ചെയ്യാം, അതിനുശേഷം BO ചെയ്യാം. അല്ലാണ്ട് OAയും ABയും ചെയ്തിട്ട് OB ചെയ്യാൻ നിൽക്കറ്. എന്താ ചെയ്യാവൂ, ഡയറക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ പാത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ ഈ പറഞ്ഞ കോൺസെപ്റ്റ്? ആ പാത്തിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരോ? നമുക്ക് ഏതാണോ തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, ആ ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ആ ഒരു ഇന്റഗ്രേഷൻ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ അല്ല പറഞ്ഞ കാര്യം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഓരോരോ പാത്തിലെ കൂടിയും, അതായത് OA എന്ന് പറയുന്ന പാത്ത്, AB എന്ന് പറയുന്ന പാത്ത്, പിന്നെയോ BO എന്ന് പറയുന്ന പാത്ത്, അങ്ങനെയുള്ള ഈ 3 പാത്തിലെ കൂടിയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ഭാഗത്ത് ഈ ഒരു പാത്ത് നിങ്ങൾ നോക്കുക, എലോങ് OA. ആദ്യം ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എലോങ് OA കൂടിയാണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു X കോർഡിനേറ്റിനും Y കോർഡിനേറ്റിനും എന്തൊക്കെ ചേഞ്ചാ സംഭവിക്കുന്നതിന്റെ കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഇത് നിങ്ങളൊരു XY പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ OA എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതൊരു X ആക്സിസിന്റെ അകത്തെ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അതായത് അവിടെ വൈക്ക് കാര്യമായിട്ട് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. Y എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോർഡിനേറ്റ് ആണ്. ഈ കോർഡിനേറ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട്
തന്നെ നിൽക്കുക ചെയ്യുന്നത്. ആകെ മാറ്റം സംഭവിച്ചത് എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് 0ന്ന് 1ലേക്ക് മാറി, വൈ കോർഡിനേറ്റോ 0ന്ന് 0ലേക്ക് തന്നെ. അതായത് y എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്, 0 ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അതിന്റെ ഡെറിവേറ്റീവ് dy എന്ന് പറഞ്ഞ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെയോ എക്സ് എന്ന് പറയുന്നത് ഇതാ 0ന്റെ അകത്തുനിന്ന് 1ലേക്കാണ് വാരി ചെയ്തത്. അപ്പം എക്സ് എന്ന് പറയുന്നത് 0 ടു എക്സ് ഈക്വൽ ടു 1 വരെയാണ് വാരി ചെയ്തത്. അതായത് അവിടെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു പോസിബിലിറ്റി ഉണ്ട്, എന്താ, വേരി ചെയ്യാനായിട്ട്. അപ്പം ഈ ഓരോരോ സ്ട്രേറ്റ് ലൈനുകളും ശരിക്കും എന്താ, ഓരോരോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോർമുല ഉണ്ടാവുക വിത്ത് ഒരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇന്ന പോയിന്റ് തൊട്ട് ഇന്ന പോയിന്റ് വരെ വാരി ചെയ്യുന്നില്ല ഫോർമുല ഉണ്ടാവുക. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ കാണിച്ചു തന്നു. എന്താണ് ഇവിടെ z എന്ന് പറയുന്നത് 3t പ്ലസ് ടി സ്ക്വയർ ഐ ആണ്. അവിടെ -1 തൊട്ട് 4 വരെയാണ് നമ്മുടെ ആ ഒരു ടി വാരി ചെയ്യുന്നത്. സെയിം വേ ഈ ഒരു എന്താണ്, ഈ ഒരു ലൈന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, എക്സ് എന്ന് പറയുന്ന ആ കോർഡിനേറ്റ് 0 തൊട്ട് 1 വരെ വാരി ചെയ്യുന്നതിന്റെ ഫോർമുല നമുക്ക് കിട്ടും. y എന്ന് പറയുന്നത് 0 ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ z ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, z ഓഫ് ടി എന്ന് പറയുന്നത് z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ, അതായത് z ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്ന് പറയുന്ന ഫോർമുലാണ് നമുക്ക് ഇവിടെ കേർവ് ആയിട്ട് വരുന്നത്. ഈ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ z ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് പ്ലസ് ഐ ഡി വൈക്ക് ഈക്വൽ ആയിരിക്കും. z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈക്ക് ഈക്വൽ ആയിരിക്കും. അവിടെ എന്താണ്, എക്സ് എന്ന് പറയുന്നത് വാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോം കിട്ടും. പിന്നെയോ y എന്ന് പറഞ്ഞത് 0 ആയതുകൊണ്ട് 0 ഇൻറ്റു വൈ ആയിട്ട് അത് മാറും. അപ്പം ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കും, ഡി എക്സ് ആയിട്ട് മാറും. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം y എന്ന് പറയുന്നത് 0 ആയി പോയി. അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2x ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതായത് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2xy ആണ്. നമ്മുടെ z ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് ആണ്. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ 0 ടു 1, അതായത് ഇന്റഗ്രലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, എക്സ് എവിടെ നിന്ന് എവിടത്തേക്കാണ് വേരി ചെയ്യുന്നതിന്റെ കാര്യമാണ് നമ്മുടെ ലിമിറ്റിന്റെ അകത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ ഓവർ 0 ടു 1 0 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം എലോങ് ഓയേന്റെ അകത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ഇന്റഗ്രന്റ് കിട്ടുന്നത്, 0 ആയിട്ടാണ് കിട്ടുന്നത്. ഈ എലോങ് ഓയെ എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ക്ലിയർ ആയിനോ അല്ലെങ്കിൽ കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആയി എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്, എ ബി എന്ന് പറയുന്ന ആ ഒരു പാത്താണ്. എ ബി എന്ന് പറയുന്ന പാത്ത് എങ്ങനെയാ വരുന്നത് നോക്കിയാട്ടെ. എ ബി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ എ ബി എന്ന് പറയുന്ന പാത്ത് നിങ്ങൾ നോക്കുക. അവിടെ നമുക്ക് എന്ത് വേണം, എക്സിന്റെയും വൈന്റെയും എന്താണ് ആ ഒരു വാല്യൂസ് എങ്ങനെയാ, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പം എലോങ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു നോക്കിയാട്ടെ നിങ്ങൾ, എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ക്രോസ് ചെയ്ത് പോകുന്ന ടൈപ്പില്ല, ഒരു എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് ഇവിടെ നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എനെ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ വൈ ആക്സിസിനെയും ഈ ലൈന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർസെക്റ്റിന്റെ ആ ഒരു ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലസ് ടുവിലെല്ലാം പഠിച്ചതാണ്, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അവിടെ എ എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ എക്സിനെ ഇന്റർസെക്ട് ചെയ്യുന്നത്, അതായത് എക്സിൽ ഏത് പോയിന്റ് ആണോ ഉള്ളത് അതാണ് എ. പിന്നെ ഏത് പോയിന്റ് വെച്ചാണോ വൈനെ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏതിലെ കൂടിയാണ് പാസ് ചെയ്യുന്നത്, ഇവിടെയും 1 ആണ് വരുന്നത്, ഇവിടെയും 1 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നതും 1 ആണ്, ബി എന്ന് പറയുന്നതും 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് ബൈ 1
പ്ലസ് വൈ ബൈ വൺ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഇക്വേഷൻ ആണ് നമ്മുടെ ആ ഒരു എ ബി എന്ന് പറയുന്ന ആ ഒരു റിയൽ ലൈൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ ടേമിലെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സിനെ അങ്ങനെ എക്സ് ആക്കിയിട്ട് വെച്ചു. അതിൻ്റെ അകത്ത് നിന്ന് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വൺ മൈനസ് എക്സ് ചെയ്തു. ഇവിടെയുള്ള ഈ എക്സിനെ വണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് മൈനസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡി വൈ എന്തായിരിക്കും? ഡി വൈ ഈക്വൽ ടു എന്താണ്? വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. ഡി എക്സിനെ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസും കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കാം. മൈനസ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. അതായത് ഡി വൈ എന്ന് പറയുന്നത് മൈനസ് ഡി എക്സിനോട് ഈക്വൽ ആണെന്നുള്ള കാര്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഡി എക്സിനും ഡി വൈക്കും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തുകൊണ്ട് ഡി എക്സ് തന്നെയായിരിക്കും. പിന്നെയോ ഡി വൈക്കിന് എനിക്ക് വാല്യൂ കിട്ടിയത് മൈനസ് ഡി എക്സ് ആണ്. അപ്പോൾ ആ മൈനസ് ഡി എക്സും പിന്നെ ഒരു ഐയും കൂടി ഉണ്ട്, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഡി എക്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതിന് ഞാൻ ഔട്ട് സൈഡേക്ക് ഇട്ടു. എന്ത് കിട്ടിയ നേരം? വൺ മൈനസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ആ ബ്രാക്കറ്റിനുള്ളിൽ വന്നു. അപ്പം ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് ഇൻറ്റു വൺ മൈനസ് ഐ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് എഫ് ഓ സെഡ് എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അപ്പം എഫ് ഓ സെഡ് എന്ന് പറഞ്ഞത് എന്താ? എഫ് ഓ സെഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആയിരുന്ന കാര്യം. അപ്പം 2 അങ്ങനെ തന്നെ, എക്സും അങ്ങനെ തന്നെ. വൈ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആയിരുന്നു. ഇതവിടെ 1 മൈനസ് എക്സ് കിട്ടിയത്, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എഫ് ഓ സെഡ് എന്ന് പറയുന്നത് 2x മൈനസ് 2x സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ആ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിന്റെ ആദ്യത്തെ ടേം ആയിട്ടുള്ള ഈ ഒരു കേസിലാണ് നമ്മളിപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിട്ടാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് മാറ്റി എഴുതാം. അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഒ സെഡും കിട്ടുന്നുണ്ട്, ഡി സെഡും കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിയാട്ടെ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇതാ ഇന്റഗ്രൽ ഓവർ എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്താണെന്ന് നമുക്ക് കിട്ടി? 2x മൈനസ് 2x സ്ക്വയർ ആണെന്ന് കിട്ടി. പിന്നെയോ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് ഇൻറ്റു 1 മൈനസ് ഐ ആണെന്നുള്ള കാര്യവും നമുക്ക് കിട്ടി. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ടേമിനെല്ലാം ഔട്ട് സൈഡേക്ക് ഇട്ടിട്ട് വേരിയബിളിനെ മാത്രം എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ കോൺസ്റ്റന്റ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ട് ഒരു 2 പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു 1 മൈനസ് ഐ ഉണ്ട്. അപ്പൊ 1 മൈനസ് ഐ ഇൻറ്റു 2നെ ഞാൻ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു. ബാക്കി 1 to 0 എന്നാണ് ഇവിടെ എന്ത് വരുന്നത്? ലിമിറ്റ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഇവിടെ നോക്കിയാട്ടെ, എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണ് ഞാൻ എടുക്കുന്നത്, അല്ലാണ്ട് ബി എ എന്ന് പറയുന്നതല്ല. അപ്പം ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റ് എ ആണ്. അപ്പൊ എന്റെ അകത്ത് എക്സിന്റെ വാല്യൂ എന്താണോ അതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 1 ആണ് ആദ്യ വാല്യൂ വരുന്നത്. പിന്നെ എ ബി എലോങ് ബിയിലേക്ക് കൂടി മൂവ് ചെയ്തിട്ട് ലാസ്റ്റ് എത്തുന്നത് ഈ ഒരു ടേമിലേക്കാണ്, അതായത് എക്സിന്റെ ടേം. അപ്പം 1 എന്ന് 0യിലേക്ക് മാറുക ചെയ്യുന്നത്. നമ്മുടെ y എന്ന് പറയുന്നത് 0 1ലേക്കും പിന്നെയോ എക്സ് എന്ന് പറയുന്നത് 1 0ലേക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്റഗ്രന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഡി എക്സ് ആണ്. അപ്പം എക്സിന്റെ വാരിയേഷൻ ആണ് നമ്മുടെ ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 1 to 0 ആണ് നമ്മുടെ ആ ഒരു ലിമിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് ടേമിനെ ഔട്ട് സൈഡേക്ക് ഇട്ടു, ബാക്കിയുള്ള ടേമിനെ ഇങ്ങനെ മാറ്റി ഉള്ളിലേക്ക് എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരും. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 വരും. ഇനിയോ എന്ത് ചെയ്യാം? നമ്മുടെ ലിമിറ്റ് മാറിപ്പോവാൻ പാടില്ല. 1 to 0 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 2 ഇൻറ്റു 1 മൈനസ് ഐ എന്ന് പറയുന്നത് ഔട്ട് സൈഡ് തന്നെ ഉണ്ടാവും. പിന്നെന്താ? 0 അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും 0 ആയിട്ട് പോകും. മൈനസ് പിന്നെ എന്ത് വരും? 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1/2 വരും. ഇവിടെ ഒരു 1/3 വരും. അതിനെ ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി 2 ഇൻറ്റു 1 മൈനസ് ഐ കോൺസ്റ്റന്റ് തന്നെ ഇവിടെ മൈനസ് ഓഫ് 1/2 മൈനസ് 1/3 ഉള്ളത്. അതിനെ ജസ്റ്റ് മാറ്റി എഴുതുമ്പോൾ 1/3 മൈനസ് 1/2 വരും.
ഇനി എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റിനുള്ളിലൊക്കെ നമ്മൾ സാധാരണ ഇനി ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി ആൻസറിലേക്ക് എത്തുന്നത്. ഇത് x+i/ന്റെ ഫോമിലേക്ക് എത്തിക്കുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. ഇതിന് 1/3 - 1/2 എന്ന് പറയുന്നത് 2 - 3/6 ആണ്. അപ്പൊ അത് -1/6 ആയിട്ട് മാറും. ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2ഉം ഇവിടുത്തെ 6ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അടിയിൽ 3 വരും. ഒരു മൈനസിന്റെ -(1 - i) എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ വരും. ദാറ്റ് മീൻസ് -1 + i/3 എന്ന് വരും. അതായത് എലോങ് എ ബി എന്ന് പറയുന്ന ആ ഒരു ലൈനിലൂടെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് -1 + i/3 എന്ന് കിട്ടി. ഈ ഒരു എലോങ് എ ബി പറഞ്ഞത് ക്ലിയർ ആയിനോ? എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്താ. എലോങ് എ ബി പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പം ഇന്റഗ്രൽ ഓവർ f(z)dz മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക, പക്ഷേങ്കിൽ f(z) ആദ്യം പറയാ, പിന്നെ dz. അത് സ്ട്രേറ്റ് ലൈനിൽ നിന്നാണ് തന്നതെങ്കിലാണ് നമുക്ക് dz യൂസ് ചെയ്ത് dx+i/dy അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സുഖമായിട്ട് കിട്ടുന്നത്. രണ്ടിന്റെയും ആക്ഷൻ ശരിക്കും സെയിം തന്നെ, നിങ്ങൾക്കത് എന്താ പറയുക കുറച്ച് ചെയ്യുമ്പം മനസ്സിലായിക്കോളും. അപ്പം എലോങ് എ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി എന്തും കൂടി നമുക്ക് കണ്ടുപിടിക്കണം, ഇതാ എലോങ് ബി ഒ എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? എലോങ് ബി ഒ, അവിടെ എവിടെയാ ചേഞ്ച് വരുന്നത്? എക്സ് ആക്സിസ്, എക്സിന് കാര്യമായിട്ട് ചേഞ്ച് സംഭവിക്കുന്നില്ല, എക്സ് 0 ആയിട്ട് തന്നെ നിലനിൽക്കുക ചെയ്യുന്നത്. പക്ഷേ വൈക്ക് എന്താ സംഭവിക്കുന്നത്? 1 0ലേക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പം ആ ഒരു ലിമിറ്റാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എലോങ് ഡി വൈയിലാണ്. അപ്പം എലോങ് ബിഒ എലോങ് ബിഒ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി വൈ എന്ന് പറയുന്നത് 1 തൊട്ട് 0യിലേക്കാണ് വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ f(z) എന്തായിരിക്കും? 2 × 0 × y = 0. dz എന്താ വരിക? dx + i dy. അപ്പം dxന്റെ വാല്യൂ 0 ആണ്, പിന്നെന്തേ ബാക്കിയുള്ളൂ? i dy എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് ബാക്കിയുള്ളത്. അത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തേ വരൂ? 0 വരും. അതായത് എലോങ് ബി ഒയിൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മുടെ നേരത്തെ ഫസ്റ്റ് എന്താ ഒ എ ചെയ്ത അതേപോലെ തന്നെയാണ് ബി ഒയും ചെയ്യുന്നത്. ഇവിടെ ആ ഒരു കോർഡിനേറ്റ് 0 ആയി പോകുന്നതുകൊണ്ട് നമുക്ക് ടോട്ടൽ വാല്യൂ 0 ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റും. വേഗം തന്നെ നമുക്ക് അതിന്റെ ഇന്റഗ്രന്റ് എന്താണ്, ഇന്റഗ്രൽ വാല്യൂ എന്താണെന്ന കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ 3 സ്ട്രേറ്റ് ലൈനിലേക്ക് കൂടി ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ വേണ്ടത്? നമ്മുടെ ആ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലെ ഇന്റഗ്രേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്, ഇന്റഗ്രൽ വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇനി ഈ കിട്ടിയ 3 ഇന്റഗ്രന്റും കൂടി, ആ 3 പാത്തിലേക്ക് കൂടി പോയ ഇന്റഗ്രന്റും കൂടി, ഇന്റഗ്രൽ വാല്യൂയും കൂടി സമ്മ് ചെയ്യാം. ഒന്നാമത് നമുക്ക് 0 കിട്ടിയത്, രണ്ടാമത് -1 + i/3 കിട്ടിയത്, മൂന്നാമത് കിട്ടിയത് 0 ആണ്. അപ്പൊ 3ഉം കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് -1 + i/3 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, സിമ്പിൾ അല്ലേ സംഭവം? നമ്മൾ നോക്കുക, നമുക്ക് തരുന്ന z(t)യും f(z)ഉം ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതിൻ്റെ അകത്താണ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടതിന്റെ കാര്യം ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഒന്ന് റോൾ നമ്പർ പറഞ്ഞാട്ടെ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ റോൾ നമ്പർ പറയും. റോൾ നമ്പർ 1. നിങ്ങൾ ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത അതേ PDF തന്നെയാണ് ഈ പ്രോബ്ലംസും വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്, അത് നിങ്ങളൊന്ന് ജസ്റ്റ് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഞാൻ നാളെ ബാക്കി പറഞ്ഞുതരാം. ആ പ്രോബ്ലം ഒന്നും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും. റോൾ നമ്പർ 1 2 3 3 ഇല്ല, 4 4 ഇല്ലേ, 5 6 7 8 9 10 11 12 13 ആകാശില്ല അല്ലേ, 13 14 15 16 17 18 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33. ആകാശ് മാത്രമാണോ ഇല്ലാത്തത്? അവനെന്താ വരാൻ പറ്റാത്തതെന്ന് അറിയോ? ആകാശിന്റെ കേസ് ആകാശ് മാത്രല്ലേ?
ആകാശിന് ആബ്സെന്റ് ഇടുന്നുണ്ടേ. ഓക്കെ, താങ്ക് യു.